ഒപ്പിച്ചു. ഉടൻ മാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആദരവായ നബിയെ, എന്നെ ഒരാൾ പിടിച്ചു ബന്ധിച്ചിരിക്കുകയാണ്. എന്റെ കുഞ്ഞുങ്ങൾ കാട്ടിലുണ്ട്. അവരിപ്പോൾ വിശന്ന് കരയുകയായിരിക്കും നബിയെ. ഞാൻ അവർക്ക് മുലപ്പാൽ കൊടുത്ത് ഉടനെ വരാം. കരച്ചിലടക്കാനാവാതെ തേങ്ങിക്കൊണ്ട് മാൻപേട് ഒരു വിധം പറഞ്ഞൊപ്പിച്ചു. ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ടടുത്തുള്ള കുടിയിലുള്ള വേട്ടക്കാരനോട് മാൻപേരുടെ കഥ പറഞ്ഞു. അതിനെ വിട്ടയക്കും, അത് തിരിച്ചു വരും. എന്നാൽ ആ മനുഷ്യൻ നബിയെ പരിഹസിച്ചു. ഞാൻ പിടിച്ച ഈ മൃഗത്തിനെ വിട്ടയച്ചാൽ അത് തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ടോ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാമ്യത്തിൽ ആ വേട്ടക്കാരൻ മാൻപേയെ വിട്ടയക്കേണ്ടി വന്നു. ആ മൃഗം സന്തോഷത്തോടെ കാട്ടിലേക്ക് ഓടി. കുറച്ചു സമയത്തിന് ശേഷം വേട്ടക്കാരനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മാൻപേ തിരിച്ചെത്തി. ആ സാധു മൃഗത്തിന്റെ അവസ്ഥ ദുഃഖത്തിലായി. എന്നാൽ റസൂലിന്റെ ശ്രമഫലമായി ആ വേട്ടക്കാരൻ മാൻപേ വിട്ടയക്കാൻ തയ്യാറായി. നബിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ആ മാൻപേരെ തന്റെ പൊന്നോമന മക്കളടുത്തേക്ക് ഓടി അണഞ്ഞു. മൃഗങ്ങളോടും മനുഷ്യനോടും ലോകത്തിലെ എന്തിനോടും കാരുണ്യം ചെയ്ത നബിയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എല്ലാവരോടും കരുണയോടെ പെരുമാറാൻ നമ്മക്ക് കഴിയട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ കഥ നിർത്തുന്നു. ശുക്രൻ.